ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ലോകമാകെ തിരയുന്ന ഒരു പേരാണ് ആയത്തുള്ള റൂമുള്ള ഖൊമൈനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ്, സുപ്രീം കമാൻഡർ. ഇപ്പോൾ ബംഗറിൽ നിന്നും ബംഗറിലേക്ക് പായുകയാണ്. ആ നേതാവിനെ കുറിച്ചുള്ള തിരയലിലാണ് ഇന്ത്യക്കാരും. ഒടുവിൽ ചെന്നെത്തിയ വിവരങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. 1979 ഇറാൻ വിപ്ലവത്തിന് കേന്ദ്രബിന്ദുവായ ഖമേനി ആരാണ്? ഖമേനിയുടെ ചരിത്രവും വേരുകളും അന്വേഷിച്ചെത്തിയ ലോകം കണ്ടെത്തിയത് ഖമേനി ഇന്ത്യക്കാരനാണ്, ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഡെയിലി ഗാർഡിയൻ റിപ്പോർട്ട് അനുസരിച്ച് അയത്തുള്ള ഖൊമേനിയുടെ മുത്തച്ഛൻ സയ്യിദ് അഹമ്മദ് മുസാവി ഹിന്ദി ലക്നൌവിന് അടുത്തുള്ള ബരാബങ്കി എന്ന് പറയുന്ന ജില്ലയിലെ കിൻഡൂർ ഗ്രാമത്തിലാണ് ജനിച്ചത്. 1800കളിൽ മതപഠനത്തിനായി ഇറാനിലെത്തി. പിന്നെ അവിടെ കുടിയേറി അവിടുത്തെ ഒരു ആത്മീയ നേതാവായി. അതിനുശേഷം നജാഫ്, കർബല എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മതപ്രഭാഷണങ്ങളും മതപഠനങ്ങളും നടന്നിരുന്നത്. എന്നാൽ അദ്ദേഹം മരിക്കുന്നത് വരെ ഇന്ത്യയുമായുള്ള തൻ്റെ ആ ബന്ധം നിലനിർത്തുന്നതിനായിട്ട് അഹമ്മദ് മുസാവി ഹിന്ദി എന്ന പേര്, അതായത് ഹിന്ദി എന്ന പേര് തൻ്റെ പേരിനൊപ്പം ചേർത്തു നിർത്തിയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അയത്തുള്ള ഖൊമേനി എത്തുന്നത്, അതായത് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ കേന്ദ്രബിന്ദു. ഒടുവിൽ ദുർബലനെന്ന് ഏവരും കരുതിയിടത്തു നിന്ന് ഒരു കരുത്തനാണെന്ന് ഇറാനിൽ അയത്തുള്ള ഖൊമേനി തെളിയിച്ചു. സുപ്രീം കമാൻഡറായി വിലസി. 86-ാം വയസ്സിൽ വാർദ്ധക്യവും അസുഖവും പിടികൂടിയ ഖമേനിയെ തപ്പി ഇസ്രയേലും ഒപ്പം തന്നെ അമേരിക്കയും വലവിരിച്ചു നടക്കുമ്പോൾ, ഇനി മരണത്തിന് അധിക നാളില്ലെന്ന് ട്രംപ് കൂടി പറയുമ്പോൾ, ഖമേനി ഇനി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ അതിൻ്റെ വേരുകൾ തപ്പി ഇറങ്ങുമ്പോൾ ആ വേരുകൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ ഈ ഉത്തർപ്രദേശിലാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ധാരാളം ഷിയ വിഭാഗക്കാരുണ്ടെന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഏതായാലും ഖമേനിയുടെ ഇന്ത്യൻ ബന്ധമാണ് ഇപ്പോൾ ചില വിദേശ മാധ്യമങ്ങളും ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.